ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് കിടിലനായിട്ടുള്ള ടേസ്റ്റി ഉരുളക്കിഴങ്ങ് ബജ്ജിയാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ 5 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ്. വീട്ടിലെ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ 4 മണി പലഹാരമായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അവർ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. വളരെ ഈസിയാണ് പോരാത്തതിന്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഉരുളക്കിഴങ്ങ് ബജ്ജി ഉണ്ടല്ലോ, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ ഗൈസ്. അപ്പോൾ അതിനായിട്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഉരുളക്കിഴങ്ങ് ബജ്ജി ഉണ്ടാക്കാനായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഒരെണ്ണം ധാരാളമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം എടുത്തത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എത്ര എണ്ണം ആവശ്യമുണ്ടോ, എത്ര ഉണ്ടാക്കണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ടൊന്ന് തോല് കളയണം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് എളുപ്പത്തിൽ തോല് കളയാനുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സീക്രട്ടൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കാണും. അപ്പോൾ ഞാനിത് ഒന്ന് തോല് കളഞ്ഞിട്ട് വരാം. നമ്മൾ എടുത്തു വെച്ച ഉരുളക്കിഴങ്ങ് ഇതാ നന്നായിട്ടൊന്ന് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കടന്നാലോ. നെക്സ്റ്റ് നമ്മളിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഒരു 2 സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ കടലമാവ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ 2 സ്പൂൺ മൈദമാവ് ഇട്ട് കൊടുക്കാം. എപ്പോഴും മൈദമാവും കടലമാവും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കണം. മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ കോൺഫ്ലവറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം എപ്പോഴും കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക, കൂടരുത്. കൂടിയാൽ പിന്നെയും മാവ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ ഒരു ലെവലൊന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്തു കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ലൂസാവാൻ പാടില്ല. മാവ് കറക്റ്റായിട്ട് ഒരു പാകത്തിന് വരണം. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബജ്ജി ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഇതുണ്ടാവില്ല കേട്ടോ. ഇതാണ്ടില്ലേ, നല്ല പ്രോപ്പറായിട്ട് കടയിലൊക്കെ നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന ബജ്ജി പോലെ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ മാവൊക്കെ കറക്റ്റ് പ്രൊപ്പോർഷനിലായിരിക്കണം. എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മാവ് ഇതാ കറക്റ്റ് ഈ ഒരു പാകത്തിനാണ് കേട്ടോ വേണ്ടത്. ഇതാ കണ്ടില്ലേ, ഒരുപാട് ലൂസല്ല എന്നാൽ ഒരുപാട് തിക്കും അല്ല. ആ ഒരു ലെവലിൽ നമ്മൾ മാവ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ചേർത്താൽ മതിയാവും കേട്ടോ. ഒരുപാട് ഉപ്പ് നിൽക്കേണ്ട കാര്യമില്ല. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവൊന്നും അധികം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇതവിടെ ഞാനൊരു 1/2 സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതാണ്ടില്ലേ. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് വേണമെങ്കിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നോക്കാം കേട്ടോ. നോക്കിയിട്ട് ഉപ്പ് പോരാൻ തോന്നുന്ന പക്ഷം കുറച്ചുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നമുക്ക് ചായക്കടയിലൊക്കെ പോയിട്ട് പെട്ടെന്ന് വാങ്ങിയിട്ട് വരൽ നടക്കില്ല. മോസ്റ്റ്ലി ഇത് എല്ലാ ചായക്കടയിലും ഉണ്ടാവില്ല. പഴംപൊരിയൊക്കെ ആണെങ്കിൽ, പഴംപൊരി, ഉഴുന്നുവട, പരിപ്പുവടയൊക്കെ ആണെങ്കിൽ നമുക്ക് ഏത് സമയത്തും കിട്ടും. പക്ഷേ
ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ബജ്ജി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റിയാണ്. പക്ഷെ നമുക്ക് എപ്പോഴും എല്ലായിടത്തുനിന്നും കിട്ടിയെന്നും വരില്ല. അപ്പം നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഈ ഒരു മാവൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ റിലേറ്റീവ്സൊക്കെ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചപ്പോൾ ഈവനിങ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് തന്നെ ഇതൊന്ന് മാവൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല സെറ്റാവും, ഉണ്ടാക്കാൻ പറ്റും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അപ്പം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉരുളക്കിഴങ്ങും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ വരുന്ന സമയത്ത് നമുക്ക് അപ്പം ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ മാവ് സെറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കേണ്ട കാര്യം വരില്ല. ഇതാ കണ്ടില്ലേ, ഇപ്പം നമ്മൾ എല്ലാം ഒന്ന് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ നെക്സ്റ്റ് ഒരു കുഴിയുള്ള ചീനച്ചട്ടി ഇതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കുറച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. അതിന് ശേഷം നമ്മൾ നമ്മുടെ എടുത്ത് വെച്ച ആ ഒരു മാവുണ്ടല്ലോ അതിലോട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മുക്കിയതിന് ശേഷം നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്, വേറെ എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല. തവിടെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാകും കേട്ടോ. ഇപ്പോൾ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് തവിടെണ്ണയൊന്നും വാങ്ങുന്നില്ല. ഇതങ്ങനെ ഉരുളക്കിഴങ്ങ് മുക്കിയിട്ട് ഇങ്ങനെ ഓരോന്നും ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ കൊണ്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിപ്പോൾ സാധാരണ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലെയിം എപ്പോഴും കുറച്ച് വയ്ക്കുക, ഇല്ലെങ്കിൽ കരിയും. നല്ലോണം എണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ആവട്ടെ, എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു സൈഡ് ആയതിന് ശേഷം അടുത്ത സൈഡ് ഞാൻ ഇവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായി നൈസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ഇതുകൊണ്ട് തന്നെ നന്നായി വേവും കേട്ടോ. ഉരുളക്കിഴങ്ങ് വേകില്ല എന്നുള്ള ഇതൊന്നും പേടിയൊന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെ എല്ലാം ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ബജ്ജിയാണ്. അടിപൊളിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം കുട്ടികളൊക്കെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് കൊടുത്താൽ തന്നെ സ്കൂളിലേക്ക് മാക്സിമം ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണല്ലോ വേണമെന്ന് പറയുക. നമ്മൾ വേറെ എന്തിപ്പോൾ കറിയൊക്കെ വെച്ച് കൊടുത്താലും ഉപ്പേരികളൊക്കെ കൊടുത്താലും അവർക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല. ഉരുളക്കിഴങ്ങ് ഫ്രൈ മതി എന്നാണ് കൂടുതൽ കുട്ടികളും പറയുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കൊടുത്തു നോക്കൂ. സ്കൂളിലേക്കാണെങ്കിൽ ഇത് കൊടുത്തു വിടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയത്ത് ലഞ്ചിനൊക്കെ ഇത് കറിയായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കിടിലനല്ലേ, ടേസ്റ്റിയാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ആവട്ടെ, അതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ഉരുളക്കിഴങ്ങ് ബജ്ജി ഇതാ അവിടെ ഒരു പ്ലേറ്റിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. കിടിലനാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഈ ടേസ്റ്റ് എന്നൊക്കെ പറയണത് നമ്മൾ ഉണ്ടാക്കി നോക്കിയാൽ തന്നെ അറിയുള്ളൂ. ഇത്രയും സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ് കേട്ടോ ഇത്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റും ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ബൈ ബൈ.